ഹായ്, ചെറിയൊരു ടാസ്ക് തരട്ടെ. ഐ ആം ഗോയിങ് ടു ഷോപ്പിംഗ്. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒന്ന് കണ്ടുപിടിക്കാമോ? യെസ്. സെൻറ്റൻസ് എന്താണ്? അത് ശരിയല്ല. എന്താണ് ശരിയായ സെൻറ്റൻസ്? ഐ ആം ഗോയിങ് ഷോപ്പിംഗ്. അവിടെ ടു വേണ്ട. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ ഗോ ചേർത്തതിന് ശേഷം, ഗോയ്ക്ക് ശേഷം നെക്സ്റ്റ് വരുന്ന വേർഡ് ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ, അതായത് ഷോപ്പിംഗ്, സ്വിമ്മിങ്, റണ്ണിങ് ഇങ്ങനെയുള്ളതൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ING ഫോം ഉപയോഗിക്കും. എന്താണ്? ടു ഉപയോഗിക്കാതെ അതിൻ്റെ ING ഫോം ഉപയോഗിച്ചിട്ടാണ് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ആം ഗോയിങ് ഷോപ്പിംഗ്. ഐ ആം ഗോയിങ് ടു ഷോപ്പിംഗ് എന്ന് പറയില്ല, ഐ ആം ഗോയിങ് ഷോപ്പിംഗ്. അതുപോലെ വി ആർ ഗോയിങ് സ്വിമ്മിങ്. വി ആർ ഗോയിങ് സ്വിമ്മിങ്. അതുപോലെ ദേ ആർ ഗോയിങ് ഡാൻസിങ് ടു നൈറ്റ്. ഓക്കെ, അവിടെ ടു നമ്മൾ ചേർക്കുന്നില്ല. സപ്പോസ് നമുക്ക് ടു ഉപയോഗിച്ച് എവിടെയാണ് പറയുന്നതെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ടു ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ടിവിറ്റിക്ക് പകരം അവിടെ ഒരു പ്ലേസ് ചേർത്താൽ മതി. എങ്ങനെയാണ്? ഐ എം ഗോയിങ് ഷോപ്പിംഗ് എന്ന് പറയുന്നതിന് പകരം ഐ എം ഗോയിങ് ടു ദ ഷോപ്പ് എന്ന് പറഞ്ഞാൽ മതി. അവിടെ നമുക്ക് ടു ചേർക്കണം. ഓക്കെ, അതുപോലെ ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ്. അങ്ങനെ പ്ലേസ് ചേർത്താൽ നമുക്ക് ഗോയിങ്ങിന് ശേഷം എന്താണ്, നമുക്ക് ടു ചേർക്കാൻ പറ്റും. ഗോയ്ക്ക് ശേഷം നമുക്ക് ടു ചേർക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്ലേസ് ചേർത്താൽ മതി. ഓക്കെ ഓക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഒരു 5 എക്സസൈസ് താഴെ തന്നേക്കാം. ഓക്കെ, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്ക്. എന്നിട്ട് ആൻസർ കമൻ്റായിട്ട് ഇടുക. പിന്നെ ഇതിൻ്റെ ആൻസർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.